ഹലോ, ഹായ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മാരി മൈ ഹസ്ബൻഡിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പം ഈ എപ്പിസോഡിന്റെ കഥ എന്താന്ന് വെച്ചാല് ഒരു ക്യാൻസർ ബാധയായ പെണ്ണ് അവളുടെ ഭർത്താവും ബെസ്റ്റ് ഫ്രണ്ടിലും ചതിക്കപ്പെട്ടു മരണപ്പെട്ടു പോയ അവള് 10 വർഷം മുമ്പേക്ക് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്ന് അവളുടെ ഡെസ്റ്റിനി മാറ്റാൻ ശ്രമിക്കുന്നതാണ്. ഈ എപ്പിസോഡിന്റെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ മിന്നുള്ളോട് സീരിയസ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന് ചിക്കൻ ഡെലിവറി ചെയ്യാൻ വന്ന ഒരാളുടെ ത്ത് വന്ന് നിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം മിന്നു പുറകിന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, "ഞങ്ങളാരും ചിക്കനൊന്നും ഡെലിവറി പറഞ്ഞില്ലല്ലോ, ഓർഡർ പറഞ്ഞില്ലല്ലോ. നീ ആരാന്നൊക്കെ ചോദിക്കുന്നത്." അപ്പൊ "ഇല്ല, ഇവിടേക്ക് തന്നെയാണല്ലോ വന്നത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടേക്ക് തന്നെയാ വന്നെന്ന്" പറഞ്ഞ് അയാളിങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ആ സമയം തക്കം നോക്കി നമ്മുടെ നായികയാണല്ലോ ജിയൂൺ. ജിയൂൺ മിന്നിനെ ഒറ്റ തള്ള് കൊടുത്ത് പുറത്ത് വിട്ടിട്ട് ഡോറ് ലോക്ക് ചെയ്യും. എന്നിട്ട് പറയുന്നു, "നിന്റെ കാര്യം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു. നീ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത്. സോ നീ ഇവിടുന്ന് പോ" എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഡോറ് ലോക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയെന്നാണ് കാണിക്കുന്നത്. ഈ സമയം പുറത്ത് കാണിക്കുന്ന ഡോങ് എന്ന് പറഞ്ഞ ചിക്കൻ ഡെലിവറിക്കാരനെ വിട്ട് വേറെ ആരുമല്ല ജയാണ്. സോ ഈ ഡോങ് ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിനോട് വന്ന് ഈ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. രാവിലെ അവൻ കോൾ ചെയ്തിട്ട് ജിയൂനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നീട് കാണിക്കുന്നത് ഈ പുള്ളിയുടെ പേര് ഷെഫ് യുൻഹോ എന്നാണ്. ഒരു സെലിബ്രിറ്റി ഷെഫാണ് യുൻഹോ. മാത്രമല്ല യുൻഹോ നമ്മുടെ ജിയോണും സുമിനും പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ചിരുന്ന ഒരാളും കൂടെയാണ്. സോ ജെ വന്നിട്ടിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാല് യുൻഹോനോട് ചോദിക്കുവാണ്, "നീ ഇതിന് പോകുന്നില്ല, അതായത് ഗെറ്റ് ടുഗദറിന് പോകുന്നില്ലേ? ഞാൻ യുആൻകെ കമ്പനിയുടെ സിഇഒ പദവിയിലേക്ക് ഇരിക്കാൻ പോകുന്ന ആളാണ്" എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം "ഞാൻ എന്തിന് പോണം? അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ" ചോദിച്ച് അവൻ പറയുന്നുണ്ട്. "നീ അങ്ങനെയൊന്നും സംസാരിക്കില്ല. നീ എന്തായാലും ഇതിന് പോണം. നിന്റെ പഴയ കാര്യങ്ങളൊക്കെ നീ ഓർത്തെടുക്കണം" എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പം എന്താണ് നമ്മുടെ ഷെഫ് യൂനിഫോയ്ക്ക് അതൊന്നുമേ മനസ്സിലാവുന്നില്ല. അപ്പം പഴയ കാര്യങ്ങള് ഓർക്കുവാണ്. എന്താന്ന് വെച്ചാല് പണ്ട് പഠിക്കുന്ന സമയത്തിന് സുമിന്റെ അടുത്തും ജിയൂണിന്റെ അടുത്തുമായിട്ട് ഇവൻ പറയുന്നുണ്ടായിരുന്നു, "എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ല. എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ്" എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോകുന്നതായിട്ടുള്ളൊരു സംഭവം പഴയ കാലത്തേത് ഓർക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ജിയോൺ ഇങ്ങനെ അവക്കുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ്. ഗെറ്റ് ടുഗദറിന് പോകാൻ എന്തെങ്കിലും ഉണ്ടോ നല്ലതെന്ന് നോക്കിയിട്ട് മേക്കപ്പ് പോലും അവൾക്ക് നല്ലതൊന്നുമില്ല. സമയത്തിന് സുമിനാണെങ്കിലും മെസ്സേജ് പറയുന്നുണ്ട്, "നീ എന്തായാലും ഗെറ്റ് ടുഗദറിന് വരണം. എന്നിട്ട് ഞാൻ തന്ന ആ കമ്മലും ഇട്ടോണ്ട് വേണം വരാൻ. നീ എങ്ങനെ വന്നാലും നീ നല്ല പ്രെറ്റിയാണെന്നൊക്കെ" പറഞ്ഞിട്ട് ഭയങ്കര സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ ഗെറ്റ് ടുഗദറിനുള്ള ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ്. ഫ്രണ്ട്സിന്റെ അടുത്ത് പോയപ്പോ ഫ്രണ്ട്സിനെല്ലാം അവളെ ഭയങ്കര കാര്യം. "ഓ, നീ എന്ത് സുന്ദരിയാണ്. നീ നല്ല രസമുണ്ട് നിന്നെ കാണാന്. നീ ഇപ്പൊ നല്ലൊരു കമ്പനിയിലല്ലേ വർക്കിംഗ് ഒക്കെ ചെയ്യുന്നേന്നൊക്കെ" പറഞ്ഞിട്ട് ഫ്രണ്ട്സ് അവളടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവാണേ. ജിയൂണും നീ ഇപ്പഴും ജിയൂണുമായിട്ട് നിന്റെ ഫ്രണ്ട്സ് ആണോന്ന് ചോദിക്കും. "ഇല്ല, അവളെന്റെ എന്താണ് ബെറ്റർ ഹാഫ് അല്ലേ. അവളിപ്പഴും എന്റെ ഫ്രണ്ട്സ് ആണ്" എന്നൊക്കെ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫ്രണ്ട്സിന് ആർക്കും ജിയൂണിനെ ഇഷ്ടമല്ല എന്നുള്ളത്. സോ ആ സമയത്ത് അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്കിന് അവിടേക്ക് ഒരാള് നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നോക്കുമ്പോ സുന്ദരിയായിട്ട് വരുന്നേക്കുന്ന നമ്മുടെ ജിയൂണാണ്. ദെൻ അയിന് 2 ദിവസം മുന്നത്തെ കാര്യമാണ് കാണിക്കുന്നത്. ജിയൂൺ അവളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇട്ട പൈസയ്ക്ക് ഡബിൾ ഇരട്ടി ആയത് കാണുന്നുണ്ട്. സോ അവള് വിചാരിക്കുന്നുണ്ട് അവളുടെ പൈസ വെച്ചിട്ട് നല്ലൊരു മേക്ക് ഓവർ ഒക്കെ നടത്തി സുന്ദരിയായിട്ട് ഗെറ്റ് ടുഗദറിന് പോകാന്ന്. അങ്ങനെ നോക്കുമ്പോ അവള് ആ ഒരു കമ്മല് ഷോക്കേസിൽ വെച്ചേക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോ അവൾക്ക് തന്നിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കമ്മലാണല്ലോ. ഇതൊക്കെ നല്ല കമ്മലല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൾ ഓർക്കുന്നുണ്ട്, പഴയ കാലത്ത് 2011 ഇവര് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന സമയത്തിന് ജിയോണിന് നമ്മുടെ സുമിനാണെങ്കില് 2 തൊപ്പി ഒക്കെ കൊണ്ടുവന്നിട്ട് അവൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, "നിനക്കിത് കാണാൻ നല്ല ഭംഗി." ശരിക്കും പറഞ്ഞാ ജിയോണിന് ആ തൊപ്പി വെച്ചിട്ട് ഒരു രസവും ഇല്ലായിരുന്നേ. പക്ഷെ അനാവശ്യമായിട്ട് അങ്ങ് പൊക്കി അടിക്കുകയാണ് സുമിൻ അവളെ. "നീ പ്രെറ്റിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ." എന്നിട്ട് സുമിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് മിന്ന്. അതായത് മിന്നിന് അന്നേ സുമിനുമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടത്തിലുണ്ടായിരുന്നു. പാവം നമ്മുടെ ജിയോൺ ഒന്നും അറിഞ്ഞില്ല. ജിയൂണിന്റെയും മിന്നിന്റെയും ഡേറ്റിംഗ് ആണെങ്കിൽ കൂടെയും സുമിനും മിന്നുമായിട്ടാണ് അവിടെ ഒരുമിച്ച് നടക്കുക. എന്നിട്ട് സുമിന്റെയും കൂടെ ബാഗും കൂടെ എടുത്തിട്ടാണ് ജിയൂൺ അവരുടെ പുറകിന് ഒരു മെയ്ഡിനെ പോലെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കിന് ജിയൂൺ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കിന് അവിടേക്ക് നമ്മുടെ യൂന വന്നിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് ആ ഒറിജിനൽ കമ്മൽ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയത്തിന്
ജിയോണാണെങ്കി പണ്ട് നടന്നിരുന്ന ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അവള് വെള്ളമടിച്ച് കുടിച്ച് ബോധമില്ലാതെ ഒരാളുമായിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പക്ഷെ അവക്ക് അത് ആരാണെന്ന് ഓർമ്മ വരുന്നില്ലായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഈ കാണിക്കുന്നത് സുമിനല്ല യൂന പറയുന്നുണ്ട്, ഞാൻ നിനക്ക് നല്ലൊരു മേക്ക് ഓവർ നടത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് അവളുടെ മുടി വെട്ടുകയും അങ്ങനെയൊക്കെ ഒരു നല്ല മേക്ക് ഓവർ തന്നെ നടത്തുന്നുണ്ട്. അവള് മേക്ക് ഓവർ കഴിഞ്ഞ് വന്ന സമയത്തിന് അവൾക്ക് തന്നെ അവളുടെ മുഖം കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതായത് ഫ്യൂച്ചറില് ക്യാൻസർ ബാധിച്ച് ആകെ വിളറി വെളുത്ത മുഖമായിട്ട് ഇന്ന് അവളിൽ നിന്ന് അവളിപ്പോ എന്ത് സുന്ദരിയായിട്ട് മാറിയിട്ടെന്ന് കാണുന്നുണ്ട്. ആ സമയത്തിന് യൂന വന്ന് നോക്കുമ്പം നമ്മുടെ ജിയൂൻ ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് യൂനയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം അല്ലേ? നമുക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്. യുവന തന്നെ അപ്പം അവക്ക് നേരത്തെ അവള് ചെയ്തു കൊടുത്ത ഒരു സഹായത്തിന് പ്രത്യുപകാരമായിട്ട് അവക്ക് മേക്ക് ഓവർ നടത്തി കൊടുത്ത് മാത്രമല്ല കുറെ നല്ല ക്ലോത്ത്സും മേടിച്ചു കൊടുത്തു. അതിന്റെ സമയത്തിന് തന്നെ പുതിയ ഒരു ബാഗ് അവിടെ കിടക്കുന്ന കണ്ടേ. ബാഗ് കിടക്കുന്ന കണ്ടിട്ട് അത് വേണോന്ന് ചോദിച്ചപ്പോൾ അവള് പറയുന്നത് വേണ്ട, ഭാവിയിൽ എനിക്കിത് വേറൊരാൾക്ക് മേടിച്ചു കൊടുക്കാനുള്ള ബാഗാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തിന് ജിയൂണിന് സുമിന്റെ ഒരു കോള് വന്നിട്ടുണ്ട്. എന്നിട്ട് സുമിൻ ചോദിക്കുവാണ്, നീ എവിടെയായിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ള്, നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ യൂനയുടെ കൂടെ ആയിരുന്നു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്തതെന്നൊക്കെ. ഇത് കേൾക്കുമ്പോ സുമിന് വല്ലാത്ത ഒരു ജലസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവക്കിപ്പോ പുതിയ കൂട്ടുകാരിയൊക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ. ചില ആൾക്കാർക്കുണ്ടല്ലോ, അവരുടെ കൂടെ മാത്രമേ ഇന്ന ആള് നടക്കാവുള്ളൂ എന്നൊക്കെ. അതിന്റെ കൂടെ തന്നെ സുമിൻ ചോദിക്കുവാണ്, നീ ആ പ്രോജക്റ്റ് എനിക്ക് തരാവോ, ആ മീൽ കിറ്റിന്റെ പ്രോജക്റ്റ് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നത്. അപ്പം ജിയോൻ പറയുന്നുണ്ട്, ഇല്ല, ആ പ്രോജക്റ്റ് എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്, ഞാനാണ് അതിന്റെ ഹെഡ്, ഞാൻ തന്നെ ആ പ്രോജക്റ്റ് ചെയ്യുമെന്ന് പറയും. സോ ഇത് കേട്ടിട്ട് സുമിൻ അങ്ങ് ആകെ ഷോക്ക്ഡ്. എന്താ ജിയോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാ തുറക്കുമ്പോ തന്നെ അവള് ഓക്കെ പറയുന്നതായിരുന്നു. പക്ഷെ ഇതെന്താ, നിനക്ക് എന്താ, നീ ഗെറ്റ് ടുഗദറിന് വന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് അവള് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അത് കഴിഞ്ഞിട്ടാണ് പ്രസന്റ് ടൈം കാണിക്കുന്നത്. അതായത് ഗെറ്റ് ടുഗദറിന് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുവാണ് ആര്, നമ്മുടെ ജിയൂൻ. ഇത് കണ്ടിട്ട് സുമിൻ ആകെ ഷോക്ക്ഡായി വായും പൊളർന്നിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനോടെല്ലാം അവള് നല്ലപോലെ സംസാരിച്ച് ഇരിക്കുന്ന സമയത്തിന് മറ്റു ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടൊന്നും കാര്യമില്ല, നീ ഇപ്പോഴും സുമിനെ ഇത് ചെയ്തല്ലേ നടക്കുന്നത്. അതായത് അവൾ ഇട്ടിരിക്കുന്ന സെയിം കമ്മല് തന്നെയല്ലേ നീ ഇട്ടോണ്ട് വന്നത്, നീ ഒരു ജലസ് ഫ്രണ്ടാണ്, നിനക്കൊരു മുഖംമൂടിയാണെന്നൊക്കെ പറയുമ്പോ, അല്ല, ഇതാണ് ഒറിജിനൽ കമ്മലാണ്, നിങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നത്. അപ്പൊ സുമിൻ അത് കണ്ടിട്ട് ആകെ ഷോക്ക്ഡായി, ഞാൻ കൊടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, ഇത് എങ്ങനെ ഒറിജിനൽ കമ്മൽ അവൾ ഇട്ടുകൊണ്ട് വന്നു. അപ്പോഴാണ് ഒരു ദിവസം മുന്നുള്ള കാര്യം കാണിക്കുന്നത്. അതായത് യൂന പറയുന്നുണ്ട്, നിന്നെ തരം താഴ്ത്തി കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നീ നല്ല സൂപ്പറായിട്ട് തന്നെ ഒരുങ്ങി പോണം, അതാണ് ഒരു യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞിട്ട് അവള് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവളെ ഒരുക്കി വിടുന്നുണ്ട്. സോ സുമിനാണെങ്കില് ഭയങ്കര ഓക്വേർഡ് ഫീൽ ചെയ്തിട്ട് അവള് ധരിച്ചിരുന്ന ആ കമ്മൽ അവൾ ഊരി അങ്ങ് മാറ്റുന്നുണ്ട്. ദെൻ കാണിക്കുന്നത് ഇവിടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ റെസ്റ്റ് റൂമിൽ വന്നിട്ട് സംസാരിക്കുവാണ്. സുമിൻ എന്തെല്ലാം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു ജിയൂണിന് വേണ്ടിയിട്ട്. അവൾ എന്ത് പാവമാണ്, ജിയൂൺ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർക്ക് തോന്നുന്നുണ്ട് ബാത്റൂമിൽ ആരോ ഉണ്ട് എന്ന് വിചാരിച്ച് അവര് ബാത്റൂം ചവിട്ടി തുറക്കുക ചെയ്യുന്നത്. ചവിട്ടി തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജിയൂൺ ആ ബാത്റൂമിന്റെ ഡോറ് തുറന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹ് അവർക്കുണ്ടായിരുന്ന ആ ഒരു മിസ്കൺസെപ്ഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും എല്ലാം ജിയൂൺ മാറ്റി കൊടുക്കുവാണ് അവിടെ വെച്ചിട്ട്. അവർ ചോദിക്കുന്നുണ്ട്, നീ ആ സുമിന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ നോക്കിയില്ലേ മിന്നിനെ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ജീവൻ ചോദിക്കുന്ന, ആര്, സുമിന്റെ ബോയ് ഫ്രണ്ടോ? അവൻ എന്റെ ബോയ് ഫ്രണ്ടാ, നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ ഞാൻ അവനെ ഇപ്പം തന്നെ ഫോൺ വിളിച്ച് ഏഹ് നിങ്ങളെ കേൾപ്പിക്കാന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവര് ചോദിക്കുന്നുണ്ട്, നീ ആ കമ്പനിയിൽ കയറിയത് സുമിന്റെ ചെലവിലല്ലേ, അതായത് സുമിനെ സോപ്പിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ആര് പറഞ്ഞു, സുമിൻ എന്നെക്കാളും സീനിയർ സ്റ്റാഫാ, ഞാൻ ആ കമ്പനിയിൽ 7 വർഷം മുമ്പേ തൊട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയുടെ അവളുടെ കാർഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല മിന്നിനെ ഫോൺ വിളിച്ച് ഇവരെ കേൾപ്പിക്കുന്നുമുണ്ട്. അപ്പൊ മിന്നു പറയുവാണ്, നീ എന്റെ ചക്കരക്കുട്ടിയല്ലേ, സുമിൻ ആരാന്ന് ചോദിക്കുന്നത്. അപ്പൊ സുമിൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പൊ എന്റെയും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവർക്ക് ഈ ഫ്രണ്ട്സിനെല്ലാം, അതായത് അവരുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കേട്ടോ, ഈ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. സോ അവര്
അവര് എന്താ അപ്പൊ അവരോട് ഇത്രയും കാലം സുമിൻ പറഞ്ഞു കൊടുത്തതല്ല അപ്പൊ തെറ്റാണോ എന്നുള്ള രീതിയിൽ അവര് നിക്കാണ്. അവര് ചോദിക്കുന്നുണ്ട് ഈ കമ്മലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? അല്ല, കമ്മല് ഒറിജിനൽ തന്നെയാണ്. നിങ്ങൾക്കറിയാവോ? അവൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവൾ എനിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്മലാണ് മേടിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാന്ന് വെച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവര് നോക്കുമ്പം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് കമ്മലായിരുന്നു. സോ അപ്പൊ അവര് ഇതെന്താണ് ഈ നടക്കുന്നത്? അപ്പൊ സുമിനാണോ യഥാർത്ഥ ഒരു ബാഡ് ഗേള്? നമ്മൾ ഇത്രയും കാലം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത ജിയുണ് ഒരു പാവം പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ അവര് വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പൊ അവര് പറയുന്നുണ്ട് അപ്പം പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ എന്താ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിരുന്ന ഒരു ഹാൻസം ബോയ് ഉണ്ടായിരുന്നല്ലോ. ആ ഇപ്പം ഷെഫായിട്ടിരിക്കുന്ന യുനിഹോ എന്ന് പറയുന്ന പയ്യൻ. അവനുമായിട്ടും നീ സുമിനെ ബ്രേക്കപ്പ് ചെയ്തില്ലേ? അപ്പം സുമിനും അവനുമായിട്ട് ഇഷ്ടത്തിലല്ലായിരുന്നോ? നീയല്ലേ അത് ബ്രേക്കപ്പ് ചെയ്യിപ്പിച്ചേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ ജീവൻ പറയുന്നേ, ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇത് പോയി അവളുടെ അടുത്ത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സുമിന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുന്നാണ് കാണിക്കുന്നത്. അങ്ങനെ അവള് പുറത്ത് വന്നിട്ട് ചോദിക്കുവാണ് സുമിന്റെ അടുത്ത്, "നീ സ്കൂൾ ടൈമിൽ യൂനിഫോം എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഡേറ്റിംഗിലായിരുന്നോ? നീ അവനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നോ?" എന്നൊക്കെ ചോദിക്കുവാണ് ചെയ്യുന്നത് സുമിന്റെ അടുത്ത്. അപ്പം സുമിൻ ആകെ എന്ത് പറയണോന്ന് അറിയാതിരിക്കുകയാണ്. അതായത് സുമിൻ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആക്കി കൊടുത്തിരിക്കുവായിരുന്നു. ആക്ച്വലി നമ്മുടെ ഷെഫായിട്ട് ഇപ്പൊ ഇരിക്കുന്ന യൂനിഹോയിന് സുമിനെ അല്ലായിരുന്നു ജിയൂണിനെ ആയിരുന്നു ഇഷ്ടം. എന്നാല് ഇത് മനസ്സിലാക്കിയ സുമിൻ ആ ഒരു നല്ല ഹാൻസമായ പയ്യൻ ഇവക്കെന്തിനാണ് ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള ഒരു കല്ലുകടി കാരണം ആം, അവര് തമ്മിൽ പിരിയിക്കാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്തിരുന്നു. അതായത് യുനിഹോയിനെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന രീതിയിൽ ജിയൂൺ ഒരു ലെറ്റർ എഴുതുന്നതായിട്ട് കാണിച്ച് സുമിനാണ് ലെറ്റർ എഴുതിയിട്ട്, അതായത് സുമിന് ജിയൂന്റെ കൈപ്പട നല്ലപോലെ എഴുതാൻ അറിയായിരുന്നേ. സോ അങ്ങനെ സുമിനാണ് ആ ലെറ്റർ യുനിഹോന്റെ കൈ കൊണ്ട് കൊടുത്തത്. അപ്പൊ യുനിഹോ വിചാരിക്കുന്നു എന്താണ് അവള് ബാഡ് ഗേൾ ആണ് എന്നുള്ള രീതിയിൽ യുനിഹോ ജിയൂണിനെ വേണ്ടാന്ന് വെച്ചിട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന യുനിഹോ എന്താണ് റീകളക്ട് ചെയ്യുന്ന ഒരു സീൻ നമ്മൾ നേരത്തെ കണ്ടത്. ഇങ്ങനെ ഇവര് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവിടേക്കിന് ആര് വരുന്നു? യുൻഹോ വരുന്നു. യുൻഹോയിനെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഷോക്ക്ഡായി. ഇവനെ കണ്ടിട്ട് കുറെ നാളായല്ലോ, ഇവനിപ്പോ ഒരു സെലിബ്രിറ്റി ഷെഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം ആ റെസ്റ്റോറന്റിൽ നിന്ന് ആൾക്കാരെല്ലാം അങ്ങ് അവനെ തന്നെ നോക്കുവാണ്. ആ സമയം വന്നിട്ട് യുൻഹോ പറയുവാണ്, ഞാൻ ശരിക്കും പറഞ്ഞ സുമിനെ അല്ല ജിയൂണിനെ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നേന്ന് പറയുന്നു. ദെൻ ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ജയും അവന്റെ മുത്തച്ഛൻ, ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന മുത്തച്ഛനും തമ്മിൽ ഒരു സംഭാഷണമാണ്. നീ ഇനി ആരേലും കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോ പറയും, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുവാണ്, മുത്തശ്ശന്റെ അസിസ്റ്റന്റിനോട് പറയുവാണ്, ജയൻ അവന്റെ ജോലിക്കാര്യത്തിൽ നല്ല മിടുക്കനാണ്. പക്ഷെ അവൻ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ ജയ ആലോചിക്കുവാണ്. അവൻ പോയി ഷെഫ് യൂനിഫോമിന്റെ അടുത്ത് പോയി ഗെറ്റ് ടുഗദറിന് പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അവൻ ആലോചിക്കുന്നത്. അതായത് ജയ്ക്ക് അവനെ പറഞ്ഞു വിട്ടെങ്കിലും മനസ്സിൽ ഒരു വിഷമമുണ്ട്. എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ജയ് രാത്രി സമയത്തിന് അവരുടെ ഗെറ്റ് ടുഗദർ കിടക്കുന്ന സ്ഥലത്തേക്ക് മനഃപൂർവ്വം ആരും അറിയാതെ കാർ ഓടിച്ചു വന്ന് നോക്കുമ്പോ നമ്മുടെ ജിയോൺ ഇറങ്ങി പോകുന്നതും പുറകില് യുനിഹോ വന്ന് അവളെ കൈ പിടിച്ച് നിർത്തുന്നു. എനിക്ക് നിന്നോട് കുറെ സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോട് ഇപ്പോഴും ക്രഷാണ്. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുവാണ്. ഇത് കണ്ടിട്ട് ജിയൂൺ എന്ത് പറയണോന്ന് അറിയത്തില്ല. ഈ സമയത്തിന് അവരുടെ ഫോൺ നമ്പേഴ്സ് ഒക്കെ കൈമാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദൂരെ നിന്ന് ജയ് ഇത് കണ്ടോണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് തീരുവാണ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബാക്കി എപ്പിസോഡ്സിൽ സ്റ്റേ ട്യൂൺ.